എനിക്ക് ആദ്യത്തെ സാലറി കിട്ടിയപ്പോൾ ഞാൻ മാഷിന് വേണ്ടി വാങ്ങിച്ചതാ. എൻ്റെ വക മാഷിനൊരു ഓണക്കോടി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അത്രമേൽ പ്രിയപ്പെട്ടവർക്ക് അത്രത്തോളം മികച്ചത് ഈ ഓണം സോൾട്ടിനൊപ്പം. ദ സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ, ചുള്ളിക്കൽ, കൊച്ചി. കോതമംഗലത്ത് ബോധി കലാ സാംസ്കാരിക വർഷം ആരംഭിച്ചു. കോതമംഗലം ബോധി കലാ സാംസ്കാരിക സംഘടനയുടെ 2025-2026 വർഷത്തെ കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ പ്രസിഡന്റ് ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ചു. കോതമംഗലം MLA ആന്റണി ജോൺ പരിപാടികൾ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രശസ്ത നർത്തകന്മാരായ ചിത്ര സുകുമാരൻ, രേഖ കർത്ത, രൂപശ്രീ മഹാപാത്ര, സിറാജ് കലാഗ്രാമം, ലോകചന്ദ്രരേഖ, ലോകചന്ദ്രശേഖര റെഡ്ഡി എന്നിവർക്ക് ബോധിയുടെ സ്നേഹോപകാരവും നൽകി. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷിജോ ജോർജ്, വൈസ് പ്രസിഡന്റ് PG രവീന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു. ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 1500 അംഗങ്ങൾ, അതിൽ വാർഷിക അംഗങ്ങളുണ്ട്, ആജീവനാന്ത മെമ്പർഷിപ്പുള്ള അംഗങ്ങളുണ്ട്. അപ്പൊ 1500-ലേറെ അംഗങ്ങൾ ഒരുമയോടെ പലർക്കും വ്യത്യസ്ത കാഴ്ചപ്പാടും വീക്ഷണങ്ങളും ഒക്കെ ഉള്ള ആളാണ്. സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരെല്ലാം ഒരു കുടക്കീഴിൽ ബോധി എന്ന ഒരു കുടക്കീഴിൽ ഒരുമിച്ച് നിന്ന് ഒരഭിപ്രായ വ്യത്യാസങ്ങളും അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ 29 വർഷക്കാലം വിജയകരമായി ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ സംഘടനയുടെ തികഞ്ഞ ജനാധിപത്യ സ്വഭാവം നേരത്തെ സാർ സൂചിപ്പിച്ചു. എന്താണ് നടപ്പാക്കേണ്ടത് എന്ന് ജനാധിപത്യപരമായ ബോധിയുടെ അംഗങ്ങൾ തന്നെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ച് അത് നടപ്പിലാക്കാൻ ഉത്തരവാദിത്തമാണ് ഓരോ വർഷവും ഇതിന് നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റികൾ ആ ചുമതലയാണ് നിർവഹിക്കുന്നത്. സെക്രട്ടറി T സോനുകുമാർ സ്വാഗതവും ട്രഷറർ PC സക്രിയ നന്ദി അറിയിച്ചു. തുടർന്ന് ഏകദേശം 30ഓളം രാജ്യങ്ങളിൽ നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള പ്രശസ്ത നർത്തകി ചിത്ര സുകുമാറിന്റെ നേതൃത്വത്തിലുള്ള ചിത്ര ആർട്സ് ഫൗണ്ടേഷന്റെ ഡാൻസ് ഓഫ് ഇന്ത്യ എന്ന ക്ലാസിക്കൽ നൃത്ത പരിപാടി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന നർത്തകന്മാർ പ്രേക്ഷകർക്കായി അവതരിപ്പിച്ചു. EMS സ്മാരക പ്രഭാഷണം, ബോധി കലാവേദി ഗാനസന്ധ്യ, സംസ്ഥാനതല പ്രൊഫഷണൽ നാടക മത്സരം, കുട്ടികൾക്കുള്ള പ്രത്യേക നാടകാവതരണം, ഗാന്ധിജി അനുസ്മരണ പ്രഭാഷണം, പുസ്തകോത്സവം, സാംസ്കാരികോത്സവം, കവറിംഗ്, കുട്ടികൾക്കുള്ള ശില്പശാല, സുകുമാർ അഴിക്കോട്ട് സ്മാരക പ്രസംഗ മത്സരം, കോളേജ് വിദ്യാർത്ഥികളുമായുള്ള സംവാദം, അന്തർ സംസ്ഥാന കൾച്ചറൽ ഫെസ്റ്റ്, പരിസ്ഥിതി സൗഹാർദ്ദ യാത്ര, ബോധി ദിനാഘോഷം, കുടുംബസംഗമം തുടങ്ങിയ പരിപാടികൾ ഈ വർഷം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.